സാത്താന്റെ പ്രേരണയാൽ, സാത്താന്റെ ആത്മാവിനാൽ, പൈശാചിക ശക്തികളാൽ ആ മനുഷ്യൻ പാപത്തിന് ദാസന്മാരായി തീർന്നുപോയ അനുഭവത്തെക്കുറിച്ചും നമുക്ക് ദൈവവചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ വിവിധ തലത്തിൽ പാപം മനുഷ്യനെ വേട്ടയാടി നരകത്തിന് യോഗ്യനാക്കി, നരകാഗ്നിക്ക് യോഗ്യനാക്കി അവനെ തള്ളുന്ന പൈശാചികമായ പ്രവർത്തികളെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. വായിച്ചട്ട് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം നമുക്കൊന്ന് വായിക്കുക. കഴിഞ്ഞ രാത്രിയിൽ വായിച്ച വേദഭാഗം വായിച്ചോട്ടെ. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു സാദൃശ്യത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരുള്ള തണുപ്പുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു നടന്നു. എങ്ങും കിട്ടാതെ വന്നപ്പോൾ മടങ്ങി അവനിലേക്ക് വന്ന് അത് മനോഹരമായി അലങ്കരിച്ച കാഴ്ച കണ്ടിട്ട് മടങ്ങിപ്പോയി തന്നിലും ബലമേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വന്ന് അവന്റെ മുൻപിലത്തെ സ്ഥിതിയേക്കാൾ വളരെ മോശമായ അവസ്ഥയിൽ അവന്റെ അവസ്ഥയെ മാറ്റി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നും ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൈറ്റനിക് സ്പിരിറ്റുകളുണ്ട്. മനുഷ്യനെ അടിമകളാക്കുവാൻ, മനുഷ്യനെ പ്രവൃത്തി ദോഷങ്ങളാൽ സാത്താൻ അടിമയാക്കി പാപത്തിന് ദാസനാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സാത്താന്യ ആത്മാക്കൾ. ദൈവത്തിന് സ്തോത്രം. ചാർട്ടിൽ ഞങ്ങളുടെ പിൻപിൽ ഒരു ചാർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഇതിൽ കാണുന്ന ചില അനുഭവങ്ങളെ കുറിച്ച് ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ചാർട്ടിന്റെ ഈ ഭാഗത്ത് ഈ കാലങ്ങളിൽ കാണപ്പെടുന്ന ചില ഓൺലൈൻ ഗെയിമുകളെ കുറിച്ച് കാണുവാൻ കഴിയും. ഈ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന സാത്താന്യ ശക്തിയെക്കുറിച്ച്, സാത്താന്യ ആത്മാവിനെ കുറിച്ചൊക്കെ ഈ ഭാഗങ്ങളിലൂടെ നാം ദൈവവചനത്തിൽ ചിന്തിച്ചു. മാത്രമല്ല, സാത്താന്യ ആത്മാവ് ഈ ലോകത്തിൽ ക്രിയ ചെയ്യുമ്പോൾ അതിനെ മറ്റൊരു തലത്തിൽ, മറ്റൊരു ആംഗിളിൽ ചിന്തിച്ചപ്പോൾ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ ആത്മാവ് എന്നാണ് നാം ചിന്തിച്ചത്. ഈ ലോകത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഫാഷൻ എന്നുള്ളതാകും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകും. മലയാളം ബൈബിളിൽ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ഫാഷൻ ഓഫ് ദിസ് വേൾഡ് ഈസ് പാസ്ഡ് അവേ. ഈ ഭാഗങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചില ചിത്രങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഈ ലോകത്തിലെ ഫാഷന്റെ ഭ്രമത്തെക്കുറിച്ച് നോക്കിയാൽ പ്രധാനമായി അവന്റെ വസ്ത്രധാരണ രീതികൾ, ഇന്ന് മനുഷ്യൻ അണിഞ്ഞ് ഒരുങ്ങി നടക്കുന്ന വ്യത്യസ്തമായ ഭാവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ജീവിതത്തിൽ വന്നപ്പോൾ തേജസ് അന്യപ്പെട്ടു പോയ കാലത്താണ് മനുഷ്യന് വസ്ത്രത്തിന്റെ ആവശ്യം വന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദ്യത്തെ ടൈലറിംഗ് യൂണിറ്റ് ആരംഭിച്ചത് ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും കൂടെ ചേർന്ന് പഴയ ആ വല്യപ്പനും വല്യമ്മയും കൂടെ ചേർന്നാണ് ആദ്യത്തെ ടൈലറിംഗ് യൂണിറ്റ് ആരംഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവരുടെ കഴിവനുസരിച്ച് അത്തിയല കൂട്ടിത്തുന്നി മനോഹരമായ ഒരു ഉടയാട ഉണ്ടാക്കിയെടുത്തുവെന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പഴയ ഒരു പാസ്റ്റർപ്പച്ചൻ ഉണ്ടായിരുന്നു, പാസ്റ്റർ ഈശോപ്പച്ചൻ പ്രസംഗിക്കാൻ പറയുമായിരുന്നു, മനുഷ്യന്റെ ബുദ്ധിയാൽ ഉണ്ടാക്കിയെടുത്ത വസ്ത്രങ്ങൾ നീതിസൂര്യൻ അങ്ങോട്ട് ഉദിച്ചു വന്നപ്പോൾ കുടലപ്പം പോലെ ചുരുണ്ടുപോയെന്ന്. അതത്രേ ഉള്ളൂ. മനുഷ്യന്റെ ഏത് ഭാഷനുകളും മനുഷ്യന്റെ എത്ര കഴിവുകളും ഒക്കെ നാം നോക്കിയാൽ അതൊക്കെ ചുരുണ്ടു മടങ്ങി പോകുന്ന അനുഭവമായി നമുക്ക് കാണുവാൻ കഴിയും. ഫാഷന്റെ ഭ്രമം ഏദൻ തോട്ടത്തിലേ തുടങ്ങിയതാ. അവിടെ മുതലല്ല ഈ ഷോർട്ട് കട്ടൊക്കെ തുടങ്ങിയത് അവിടെ തുടങ്ങിയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇക്കാലത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, അന്ന് അവിടം തൊട്ട് തുടങ്ങി ഇങ്ങനെ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുകയാ. ആധുനിക ലോകം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥ പരമകോടിയിൽ നിൽക്കുന്ന ഒരനുഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വസ്ത്രധാരണം ഇന്ന് പലർക്കും എന്തോ ഒരു അരോചകമായി തോന്നിയിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഇതൊക്കെ വേണ്ട എന്ന് വിചാരിക്കുന്നത്? ഇതിനൊക്കെ കുറവ് മതി, വളരെ കുറച്ച് മതി എന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് നാം നോക്കുമ്പോൾ നല്ല വില കൊടുത്ത് നല്ല വില കൂടിയ ഡ്രസ്സുകളൊക്കെ പോയി വാങ്ങി തയ്യക്കാരന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയും, 2.5 മീറ്റർ തുണി കൊടുത്തിട്ട് പറയും 1.25 മീറ്റർ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ ബാക്കി അവിടെ ഇവിടെ ഓരോ
വര പോലെ 2-3 ലൈൻ പോലെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചൊന്ന് ഇരുന്നാ മതി എന്നുള്ള തരത്തിൽ ഇതെവിടെ തുടങ്ങിയതാണെന്ന് അറിയാമോ? യേശു തമ്പുരാൻ ഒരിക്കൽ ഗദരദേശത്തേക്ക് പോയപ്പോൾ ഒരു ഭൂതഗ്രസ്തനെ കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലോ. ജവളിക്കടയിൽ അവൻ അന്ന് വരെ പോയിട്ടില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വസ്ത്രത്തിന്റെ ധാരണത്തില് അല്പവസ്ത്രം മതിയെന്ന് തോന്നുന്ന ചിന്ത അകത്ത് ലഘിയോനിരിക്കുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. സാത്താന്റെ ശക്തികൾ അകത്തിരിക്കുമ്പോഴാണ് ഫാഷൻ കൂടിയിട്ട് പുതിയ പുതിയ മാർഗങ്ങൾ മനുഷ്യൻ കണ്ടുപിടിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന് മനുഷ്യന്റെ ഹെയർ സ്റ്റൈലാകുന്നു. ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് അതിന്റെ ചില ചിത്രങ്ങൾ കാണുവാൻ കഴിയുന്നു. പുരുഷന്മാരും സ്ത്രീകളും എന്ന വ്യത്യാസമില്ലാതെ പല നിലവാരത്തിലുള്ള ഹെയർ സ്റ്റൈലുകൾ ഇന്നത്തെ ലോകത്തിൽ കാണപ്പെടുന്ന സകല മുടിയുടെ മേൽ കാണപ്പെടുന്ന സകല ഫാഷനുകളും പൈശാചിക ആത്മാവിൽ പിടിക്കപ്പെട്ടവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. അതിന്റെ ആവശ്യം നമുക്കില്ല. ദൈവത്തിന് സ്തോത്രം. മുടിമേലുള്ള ഫാഷൻ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, കറുപ്പിക്കുവാനും വെളുപ്പിക്കുവാനും പറ്റുകയില്ല, നീളം കൂട്ടുവാനും കുറയ്ക്കുവാനും പറ്റുകയില്ല. അതിന് ഒരല്പം വെല്ലുവിളി ഈ ആധുനിക ലോകത്ത് മനുഷ്യന് ഉയർത്തുന്നുണ്ട്, പെന്തക്കോസ്തുകാരും ഉയർത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെളുപ്പിക്കാൻ പറ്റത്തില്ലെങ്കിലും വെളുത്തതിനെ ചിലതിനെ കറുപ്പിക്കാൻ നമുക്ക് കഴിയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, കടയിൽ പോയി കറുത്ത പെയിന്റ് വാങ്ങിച്ച് തലയിൽ അടിച്ചു പിടിപ്പിച്ച് 70 വയസ്സുകാരൻ 38 വയസ്സുകാരനായി മാറുവാൻ മുടിയുടെ മേൽ ഫാഷൻ വരുത്തുന്നവർ. ദൈവത്തിന് സ്തോത്രം. പണ്ടൊരിക്കൽ ഒരാൾ പറയുകയുണ്ടായി, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അപ്പോസ്തലനായി പൗലോസ് പോലും ഡൈ ചെയ്തിട്ടുണ്ട്, പിന്നെന്താ പെന്തിക്കോസുകാർക്ക് ചെയ്താലെന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു പോലും, ഐ ഡൈ ഡെയിലി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദിവസേന മരിക്കുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഐ ഡൈ ഡെയിലി, ഞാൻ ദിവസേന ഡൈ ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുവാനിടയായത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കല് ഒരു അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു സുഹൃത്ത് തന്റെ നൈബറിനെ വിളിച്ചപ്പോൾ ആ വീട്ടിലെ കൊച്ചുകുട്ടിയാണ് ഫോൺ എടുത്തത്. ഫോൺ എടുത്തപ്പോൾ ആ പ്രിയപ്പെട്ടവൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ മമ്മി എന്ത് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, മമ്മി ഡൈ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മമ്മി ഡൈയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആകപ്പാടെ ഭയം തോന്നിയിട്ട് അടുത്തുള്ള ധന്വന്തരിയുടെ ആംബുലൻസും വിളിച്ചുകൊണ്ട് അമ്മ ഡൈ ആവുകയല്ലേ വിളിച്ചുകൊണ്ട് ഓടി വന്നപ്പോൾ ബ്രഷ് എടുത്തുകൊണ്ട് അമ്മ ഡൈ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പലരും തലമുടിമേൽ ഫാഷന്റെ ഭ്രമം വരുത്തുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, വചനത്തിനത് വിരുദ്ധമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ ദൈവം എഴുതപ്പെട്ട വ്യക്തമായൊരു പ്രമാണം തന്നിട്ടുണ്ട്. ആ പ്രമാണത്തിൻ പ്രകാരം വേണം ദൈവത്തിന്റെ ജനം ജീവിക്കുവാൻ. പല നിലകളിൽ കാണാം. ഒന്ന് വസ്ത്രധാരണം, അടുത്തത് ഹെയർ സ്റ്റൈല്, മറ്റൊന്ന് നാം കടകളിൽ പോയി പർച്ചേസ് ചെയ്യുന്ന തിങ്സുകൾ. ഇതെല്ലാം നാം നോക്കിക്കൊള്ളണം. എവിടെയും ഇതിന് പറ്റിയ അനുഭവങ്ങൾ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ലോകത്തിന്റെ ആത്മാവ് സൈറ്റനിക് സ്പിരിറ്റുകൾ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യർ സ്വസ്നേഹികളാകുന്നു. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം 2 തീമോത്തിയോസ് 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, അന്തിമകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. അടുത്തത് മനുഷ്യർ സ്വസ്നേഹികളാകുന്നു. മനുഷ്യർ സ്വസ്നേഹികളാകുന്നതിന്റെ ഏറ്റവും ഉദാഹരണം ന്യൂജൻ വേർഷൻ എന്ന് പറയുന്നതാണ് ചാർട്ടിന്റെ ഈ ഭാഗത്തിൽ കാണപ്പെടുന്നത്. പിക്ചർ നമ്പർ 4, സെൽഫി എന്ന് പറയുന്നത്. മനുഷ്യൻ ഇന്ന് സെൽഫി പ്രമത്തിൽ മുൻപോട്ട് പോകുക. കഴിഞ്ഞ രാത്രിയിൽ വിശദമായി ഞാൻ ഓർപ്പിച്ചതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടന്നു പോകുന്നില്ല. എവിടെ നോക്കിയാലും ഇതാണ്. ഈ അടുത്ത സമയത്ത് മലയാള മനോരമ പത്രത്തില് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു കാണും. കാട്ടിലെ യാത്രയ്ക്കായിട്ട് ഇങ്ങനെ ജംഗിൾ യാത്രയ്ക്ക് പോയി ഒരുവന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി കാട്ടുപാതയിൽ നിൽക്കുമ്പോൾ ഒരു കാട്ടാന പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഓടി വന്നു. ഇങ്ങനെ റോഡിന്റെ സൈഡിൽ നിന്നപ്പോൾ അവൻ കാട്ടാനെ പിടിച്ചുകൊണ്ട് അവനൊരു സെൽഫി എടുക്കാനിടയായി. നാട്ടിൽ കൊണ്ട് കാണിക്കാനാ വാട്സാപ്പിൽ കൂടെ അയച്ചു കൊടുക്കുവാൻ കാട്ടാനയുടെ മുമ്പിൽ നിന്ന് അവൻ സെൽഫി എടുത്തു. ആന പുറകെ വന്നൊന്നും അവൻ അറിഞ്ഞില്ല. ആനയ്ക്ക് വല്ല സുവിശേഷം അറിയാമോ? ആനയ്ക്ക് വല്ല മാനസാന്തരോ ദൈവവചനം വല്ലോ അത് കേട്ടിട്ടുണ്ടോ? പുറകിൽ വന്ന ഒരൊറ്റ തട്ടു ഒരു ചവിട്ടും കൊടുത്ത് മത്തങ്ങ പൊട്ടുന്ന പോലെ അവൻ പൊട്ടി. അവന്റെ കഥ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പോയി പണി വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇവിടുന്ന് പോയി കിട്ടും. ദൈവത്തിന് സ്തോത്രം. ആധുനിക ലോകത്ത് മനുഷ്യൻ സ്വസ്നേഹികളായി തീരുന്നതിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് ഇന്നത്തെ
ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന സെൽഫി ഭ്രമം, അതിനെക്കുറിച്ച് സൈക്കാട്രി ഡോക്ടർമാർ പറഞ്ഞത് അമേരിക്ക ഈ ലോകത്തിൽ നമ്മുടെ സാധാരണ നിലവാരത്തിൽ ചിന്തിച്ചാല് ഇന്ത്യക്കാരെന്തേലും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. എന്നാ സായിപ്പ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഉയ്യോ അത് വലിയ കാര്യമെന്ന്. സായിപ്പ് തന്നെ ഇത് പറഞ്ഞത്. അമേരിക്കയിലെ ഡോക്ടർമാർ റിസർച്ച് നടത്തിയിട്ട് പറഞ്ഞു, അമിതമായ സെൽഫി ഭ്രമം ചിത്തഭ്രമം എന്ന രോഗത്തിലേക്ക്, നല്ല മലയാളത്തിൽ പറഞ്ഞ മുഴുപ്രാന്തിലേക്ക് പോകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പെന്തിക്കോസുകാരായ ദൈവമക്കളോട് പറയുകയാണ്, ദയവായി ഇങ്ങനെയുള്ള ഭ്രമത്തിൽ നിങ്ങൾ സ്വസ്നേഹികളായി തീരരുത്, ലോകത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെടരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അടുത്തതായി മനുഷ്യജീവിതത്തിൽ അവന്റെ മനസ്സിനെ വഷളാക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ മനസ്സ് വഷളായി പോകുന്നു. സോ യുവർ മൈൻഡ് ഷുഡ് ബി കറപ്റ്റഡ്. നിങ്ങളുടെ മനസ്സ് വഷളായി പോകുന്നു. എവിടെ നിന്നാണെന്ന് അറിയാമോ? സിംപ്ലിസിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ ലാളിത്യത്തിൽ നിന്ന്, ദൈവീകതയിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നു. എവിടെ തുടങ്ങുന്നു? മനസ്സിൽ. ഒരു മനുഷ്യന്റെ മനസ്സിൽ തുടങ്ങുന്ന മ്ലേച്ഛതകൾ അവന്റെ ജീവിതയാത്രയിൽ അവനെ മുൻപോട്ട് തള്ളിക്കൊണ്ടുപോകുന്ന അനുഭവത്തെ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിലേക്ക് അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. മനുഷ്യൻ ഇന്ന് മനസ്സിൽ വഷളാക്കപ്പെട്ട് ദോഷത്തിലേക്ക് മുൻപോട്ട് പോകുന്നു. അതിനേതാണ് ഇന്നത്തെ ലോകത്തിൽ കാരണമെന്ന് പറഞ്ഞാൽ, പിക്ചർ നമ്പർ 5 ആധുനിക ലോകത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സോഷ്യൽ മീഡിയയുടെ അനുഭവങ്ങൾ. വാട്സാപ്പ്, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, ഹൈക്ക്, ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുന്ന പലവിധമായ സോഷ്യൽ മീഡിയകൾ ഇന്ന് ലോകത്തിൽ ശക്തമായി വളർന്നു വന്നിരിക്കുകയാണ്. മനുഷ്യന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽപ്പാൻ കഴിയുന്നില്ല. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അതിനെക്കുറിച്ച് ഓർപ്പിച്ചു. മനുഷ്യന്റെ സന്തോഷം ഇന്ന് അതിൽ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ വേദം എന്താണ് പറയുന്നത്? ഒരു ഭക്തൻ എവിടെയാണ് സന്തോഷിക്കേണ്ടത്? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ ഇപ്രകാരം വിളിച്ചു പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എല്ലാ വഴികളിലും എപ്പോഴും എപ്പോഴും സന്തോഷിപ്പീൻ. വായിക്കാമോ? 4:4. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പി ലേഖനം വായിച്ചാൽ എത്ര പ്രാവശ്യം ആവർത്തിച്ച് അപ്പോസ്തലൻ പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ. ഒരു ദൈവവൈതലിന്റെ സന്തോഷം കർത്താവിലായിരിക്കണം. ഒരു മനുഷ്യന്റെ സന്തോഷം അവന്റെ ഉടമസ്ഥൻ, അവന്റെ യജമാനനായ ദൈവത്തിലായിരിക്കണമെന്ന് ബൈബിൾ പറയുമ്പോൾ ആധുനിക ലോകത്തിന്റെ സന്തോഷം എവിടെ? ലോകത്തെ എന്തിനു പറയണം? പെന്തിക്കോസുകാരായ ദൈവമക്കളെ, നമ്മുടെ സന്തോഷം എന്ന് നാം എവിടെയാണ് നയിക്കുന്നത്? ഇന്ന് പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ പോലും അവരുടെ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചെലവഴിച്ച് അവരുടെ വിലപ്പെട്ട സമയത്തെ നഷ്ടപ്പെടുത്തി കളയുക. വളരെ നാം ശ്രദ്ധിച്ചുകൊള്ളണമേ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അത് വരാതിരിക്കാൻ നാം സൂക്ഷിച്ചുകൊള്ളണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നാം അമിതമായി ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ സമയം ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് വളരെ പെട്ടെന്ന് മാറി മറ്റൊരു നിലവാരത്തിലേക്ക് പോകുന്നു. എന്നാൽ മനുഷ്യൻ ഇന്ന് അതിൽ സന്തോഷത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തിയത്, അതിൽ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടോ? അതിൽ നിങ്ങൾക്കൊരു അടിമത്തം തോന്നുന്നുണ്ടോ? ചോദിച്ചാൽ പറയും ഇല്ല. ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞത്, കുറഞ്ഞത് 48 മണിക്കൂർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഒരു ടേബിളിൽ വെച്ചിട്ട് അത്യാവശ്യം കോളുകൾ ചെയ്യുവാൻ മാത്രമല്ലാതെ മറ്റൊന്നിനും എടുക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് യാതൊരുവിധ അസ്വസ്ഥതകളും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൈ ഉയർത്തിക്കട്ടോ. ദൈവത്തിന് സ്തോത്രം. ഉയർത്തിച്ചാൽ ചിലർ കുടുങ്ങുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ചിലർ വേണമെങ്കിൽ ഭോഷ്ക്ക് പറഞ്ഞോളൂ. അതുകൊണ്ട് ഈ രാത്രി നിങ്ങളെ കൊണ്ട് ഭോഷ്ക്ക് പറയിപ്പിച്ച് ഞാൻ തുടങ്ങുന്നില്ല. നിങ്ങൾ തന്നെ ഒരു പരീക്ഷണം നടത്തി നോക്ക്. ഇന്ന് രാത്രി പോയിട്ടോ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലോ, പ്രത്യേകിച്ച് ഞങ്ങൾ യൗവനക്കാരോട് പറയുന്നു, ഈ രാത്രി യൗവനക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് എക്സ്പെഷ്യലി വി ആർ പ്രേയിങ് ഫോർ യൂത്ത്. ഞങ്ങൾ പ്രാർത്ഥിച്ച് യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും വിധമായ പാപ സ്വഭാവങ്ങളിൽ ജയമെടുപ്പാൻ കഴിയാതെ, യവനക്കാരെന്നല്ല ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്കത് ജയമെടുപ്പാൻ ആഗ്രഹിച്ചിട്ടും ജയമെടുപ്പാൻ കഴിയാത്ത പാപങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ ഈ രാത്രി മീറ്റിംഗിന്റെ അവസാനം പ്രാർത്ഥിക്കാൻ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ രോഗികളെ മാത്രമല്ല പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യുവാൻ കഴിയാതെ അതിൽ നിങ്ങൾ നിരാശരായി പോകുന്നെങ്കിൽ ഈ രാത്രി പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുമ്പോൾ മടികൂടാതെ,
ലജ്ജ കൂടാതെ ധൈര്യമായി മുൻപോട്ട് വരാമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാ. ഇന്ന് രാത്രി ആ വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്കൊരു ജയത്തെ തരൂ. ആധുനിക ലോകത്തിലെ തലമുറ പാപത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് വഷളായി ദൈവമാർഗത്തെ വിട്ടകന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ നാം വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ, അതിലേക്ക് നോക്കിയാൽ, ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിയാട്ടെ, പിക്ചർ നമ്പർ 12 നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു പടം കാണുവാൻ കഴിയുന്നു. വേൾഡ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ കൈകളിലേക്ക് ലോകം വരുന്നു. വലിയൊരു ഭൂമി ചെറുതാകുന്നു, ചെറുതാകുന്നു, ചെറുതായി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിനകത്ത് ലോകത്തെ കൊണ്ടുവരുവാൻ കഴിയും. ഈ ലോകത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? പുരാതന കാലത്തുണ്ടായിരുന്ന മനുഷ്യർ അവർ കപ്പലുകളിലും ഫ്ലൈറ്റുകളിലും ഒക്കെ യാത്ര ചെയ്ത് ലോകം മുഴുവൻ സഞ്ചരിച്ച് ലോകം കണ്ടുപഠിച്ച് വന്നപ്പോൾ ആധുനിക തലമുറ ചെയ്യുന്നത് അവരുടെ കയ്യിലേക്ക് ലോകത്തിന്റെ ടെക്നോളജി വളർന്നു. നല്ലതെന്ന് നമ്മൾ പറയുന്നു, നല്ലതാ, ഒരു ഭാഗമൊക്കെ നല്ലതായി തോന്നുന്നു. പക്ഷേ മറുഭാഗത്തിൽ വലിയ അപകടങ്ങൾ മനുഷ്യന്റെ മുൻപാകെ മറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ കൈവശമിരിക്കുന്ന സ്മാർട്ട് ഫോൺ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം ചെല്ലു പറയുന്നത് ഞങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ ഞങ്ങളുടെ ഫോണിൽ ബൈബിൾ ഉണ്ടാച്ച എന്നാ പറയുന്നത്. അതിനകത്ത് തന്നെ ഇല്ലേ സിനിമ, അതിനകത്ത് തന്നെ ഇല്ലേ മ്ലേച്ഛത. തിരുവനന്തപുരത്ത് ചില നാളുകൾക്ക് മുമ്പ് ഒരു മീറ്റിംഗിന് ഞാൻ പോയി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പന്തലിന്റെ നടുക്കുന്ന ആരോ ഒരു ഫോൺ എടുത്തുകൊണ്ട് സ്റ്റേജിൽ കൊണ്ടുവന്നു. അവിടെ അനൗൺസ്മെന്റ് കേട്ടു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സെൻട്രൽ പച്ചൻ നമ്മുടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ടുണ്ട്. അനൗൺസ്മെന്റ് നടത്തി. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു. ഇവിടെ കിട്ടിയിട്ടുണ്ട്. വേണ്ടിയവർ അടയാളം സഹിതം പറയണോ. കാട്ടുപന്നി വരുന്നത് പോലെ ഒരുത്തൻ ചാടി ഓടി അണച്ച് നാക്ക് നീട്ടി വായിന്ന് ഇങ്ങനെ വെള്ളം ഒഴുക്കിക്കൊണ്ട് ചാടി ഒരുത്തൻ വന്നു. അതിനിടയിൽ സ്റ്റേജിയിരുന്നവർ തുറന്നു നോക്കിയപ്പോൾ സകല സിനിമയുമുണ്ട്. ബെന്തിക്കോസാണ്. ദൈവത്തിന് സ്തോത്രം. ബെന്തിക്കോസ് മിഷനാണ്. ഇതിനകത്ത് തന്നെ ഉള്ള ഒരു കുരുന്ന കൊച്ചു പയ്യൻ. ആരെങ്കിലും ശക്തിയുള്ളവരൊന്ന് തുമ്മിക്കഴിഞ്ഞവൻ തെറിച്ച് കപ്പമൂട്ടിപ്പോയി വീഴും. അത്രേ ഉള്ളെങ്കിലും എവന്റെ ഫോണിനകത്ത് നിറയെ സിനിമയാ. അപ്പുറത്ത് കിടപ്പുണ്ട് ഹോളി ബൈബിള്, ഇങ്ങനെ സൈഡിൽ കിടപ്പുണ്ട് വേറെ സാധനങ്ങള്. എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഭൂതത്തെ ചൊവ്വേ നേരെ ഉപയോഗിച്ചില്ലെങ്കിൽ നിന്റെ മുൻപിലത്തെ സ്ഥിതിയേക്കാൾ നിന്റെ അന്ത്യസ്ഥിതി പരിതാപകരമായ അവസ്ഥയിലാക്കി തീർക്കും. തർക്കമില്ല. ഞാൻ ഒരു ചോദ്യം ദൈവമക്കളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. നിങ്ങളുടെ കയ്യിരിക്കുന്ന സ്മാർട്ട് ഫോൺ, ഇപ്പോ സ്മാർട്ട് ഫോണിന്റെ മത്സരമുള്ള ഒരു ലോകമാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ആപ്പിൾ മതിയെന്ന്. ആപ്പിൾ എന്ന് പറഞ്ഞാൽ കാശ്മീരി ആപ്പിൾ ഒന്നും അല്ല കേട്ടോ. ഐഫോൺ, ആപ്പിളിന്റെ ഫോൺ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ എവിടെ വേണേലും പോകാവുന്നത്. ആപ്പിളിന്റെ സാധനം മാത്രം മതിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആപ്പിൾ ഫോണോ സാംസങ്ങോ എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ ഒറ്റ ചോദ്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കുന്നു. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കൊടുക്കുന്നതിൽ എനിക്കൊരു മടിയുമില്ല എന്ന് പറയാൻ പറ്റുന്നവരുണ്ടോ എന്ന് കയ്യുയർത്തി. സത്യം പറയണം. സാധാട്ടോ പലരും പൊക്കിയിട്ടില്ല, അനേകം പേർ ഉയർത്തി. ഓക്കെ, ഞാൻ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം, എന്തിനാണ് പിന്നെ നിങ്ങൾക്ക് ഈ പാറ്റേൺ ലോക്ക്? ഈ പാറ്റേൺ ലോക്ക് എന്തിനാ? ദൈവത്തിന് സ്തോത്രം. ആരും തുറക്കാം. ആരുടെ കൈ വേണേലും കൊടുക്കും. പക്ഷെ അവൻ തുറക്കണമെങ്കിൽ വേറെ വല്ല വഴി നോക്കേണ്ടി വരും. തുറക്കാൻ പറ്റാത്ത പരുവത്തി അവനെ പൂട്ടിക്കൊണ്ട് പാറ്റേൺ ലോക്കിട്ട് കൊടുക്കാം. ആർക്കും കൊടുക്കാം. ഞാൻ ചോദിക്കട്ടെ, ലോക്ക് തുറന്നൊന്ന് കൊടുക്ക്, പറ്റുമോ? അതിനുള്ള ധൈര്യം എത്ര പേർക്കുണ്ട്? ചിലർക്കാണെങ്കിൽ ഈ ഔട്ടർ സ്ക്രീനിൽ മാത്രമല്ല, ഓരോ ആപ്പിനും ഓരോ ലോക്ക്. ഗാലറിക്ക് ഒരു ലോക്ക്, വാട്സാപ്പിന് ഒരു ലോക്ക്, ഫേസ്ബുക്കിന് വേറെ ലോക്ക്, മറ്റേതിന് ലോക്ക്, മറിച്ചേതിന് ലോക്ക്. സർവത്ര ലോക്കിട്ട് തമ്പുരാൻ നിന്നെ ലോക്കിടാൻ സമയമായി. ഇനി അധികം കാലം ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല കുഞ്ഞേ. തമ്പുരാൻ നിനക്ക് ലോക്കിട്ട് നിന്നെ പൂട്ടിയിടേണ്ട സമയം കഴിഞ്ഞു. പിന്നെ അനേകരുടെ പ്രാർത്ഥന കൊണ്ട് തുറന്നു വിട്ടേക്കുന്നേ ഉള്ളൂ. സകലത്തിനും പൂട്ടുവെച്ച് ആപ്പുകൾ കയറ്റിയിട്ട് അതിനകത്ത് പൂട്ടിടുന്നവനെ നിന്നെ ആപ്പ് വെച്ച് തമ്പുരാൻ പൂട്ടിടാൻ പോവുക. അത് ബൈബിളിലുണ്ടെന്നാ ഞാൻ പറയുന്നത്. ജ്ഞാനികളെ അവൻ തന്റെ കൗശലത്തിൽ പിടിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യനെ പിടിക്കാൻ പ്രത്യേകിച്ചിപ്പോ ഇന്റർപോളിന്റെ ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. വേൾഡ് പോലീസിന്റെ ആവശ്യമില്ല. ലോകത്തിലെ ജ്ഞാനികളെ, ബലവാന്മാരെ അവൻ തന്റെ ജ്ഞാനമുള്ളവരെ കൗശലത്തിൽ പിടിപ്പാൻ കഴിവുള്ളവനാതെയോ. ഓർത്തുകൊള്ളണമേ, ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് ദോഷത്തിനും നിങ്ങളുടെ ദോഷത്തിനുമായി നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ഞാൻ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. പുതുതലമുറ ഇതുകൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾ എത്ര വലുതെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഇതുമായി എത്രയോ ദോഷങ്ങൾ ഇന്ന് ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക അനുഭവം ഉണ്ടായിരുന്നു.
കേരള കോൺഗ്രസിനെയും ഇന്റർനാഷണൽ കോൺഗ്രസിനെയും ഒക്കെ ആകപ്പാടെ വലച്ച ഒരു സംഭവത്തിന്റെ പേര് നിങ്ങൾക്കറിയാമോ? ഗ്രൂപ്പ്. രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഗ്രൂപ്പ് കുറഞ്ഞെങ്കിൽ ഇപ്പോൾ കൂടി വന്നിരിക്കുന്ന ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ്. ദൈവത്തിന് സ്തോത്രം. ബന്ധുക്കോസുകാർക്ക് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഒരുമാതിരിപ്പെട്ട 95% എണ്ണത്തിനും കാണും ഗ്രൂപ്പ്. ഏതൊക്കെ തരത്തിലാ? ഒന്ന് ഹോം, സ്വന്തം വീട്ടിലെ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം കൂടി ഒരൊറ്റ ഗ്രൂപ്പ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് ഫാമിലി ഗ്രൂപ്പ്. ഫാമിലി, ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് അടുത്ത ഒരു ഗ്രൂപ്പ് ഉണ്ട്. അടുത്തത് ക്ലബിലെ ഗ്രൂപ്പാണ്. അടുത്തത് സൊസൈറ്റിയുടെ ഗ്രൂപ്പ്. ഇനി ഒരെണ്ണം ഉണ്ട്, ഇപ്പൊ വന്ന് അവസാനം സഭയ്ക്കും തുടങ്ങിയിരിക്കുക ഒരു ഗ്രൂപ്പ്. നെല്ലിക്കമൺ ബിലീവേഴ്സ് ഗ്രൂപ്പ്. ഉണ്ടോ? ഉണ്ടെങ്കിൽ പൊളിച്ചോണം, ഇല്ല ദൈവം പൊളിക്കും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. റാന്നി ബിലീവേഴ്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അച്ഛാ വേണ്ട, ഇത് പരിപാടിയൊന്നും നമുക്ക് വേണ്ട കേട്ടോ. വേണ്ടാത്ത ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കള. എല്ലാം കൂടെ കൂടി ഗ്രൂപ്പായി ഇന്നെല്ലാ ഗ്രൂപ്പും കൂടെ കൂടി നിൽക്കുമ്പോ ദൈവസഭയുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ദൈവത്തിന്റെ സഭ, അതിന് മൂലഭാഷയിൽ കൊടുത്ത പദം എക്ലീസിയ എന്നാണ്. അതിന്റെ അർത്ഥം ഒരു കൂട്ടമെന്ന. ഏത് കൂട്ടമെന്ന? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നല്ല, എ ഗ്രൂപ്പ് ഓഫ് സൈൻസ്. ഒരു കൂട്ടം വിശുദ്ധന്മാർ. അതത്രേ ദൈവസഭ. അല്ലാതെ മ്ലേച്ഛത ചെയ്യുന്നവരല്ല, അശുദ്ധരല്ല, ലോകത്തിന്റെ തിന്മകൾ ചെയ്ത് കണ്ടുപിടിച്ച് പോകുന്നവരല്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സൈൻസ്, ഒരു കൂട്ടം വിശുദ്ധന്മാർ. ദൈവത്തിന്റെ വചനത്തില് അപ്പോസ്തലന്മാരുടെ ലേഖന ഭാഗങ്ങൾ എടുത്ത് നോക്കിയാട്ടെ, അതിലവർ എഴുതി തുടങ്ങുമ്പോൾ മിക്കവാറും പറയുന്നു ദൈവത്തിന്റെ വിശുദ്ധന്മാരും അവന്റെ വൃതന്മാരുമായുള്ളവർക്ക് എഴുതുന്നത്. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യക്തതയോടുകൂടെ ബോധ്യമാകണം. വാട്സാപ്പ് ഗ്രൂപ്പല്ല നമുക്ക് വേണ്ടത്, ഫേസ്ബുക്ക് ഗ്രൂപ്പല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ദൈവവിശുദ്ധി പ്രാപിച്ച ഒരു കൂട്ടം വിശുദ്ധന്മാരുടെ ഗ്രൂപ്പ് അത്ര വേണ്ടത്. അത് ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ഒരു അനുഭവത്തിലേക്ക് നാം വരുവാൻ ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ആധുനിക തലമുറ ഇതിനാലൊക്കെ എന്താകുന്നു ചെയ്യുന്നത്? അനേക ഫേക്ക് ന്യൂസുകൾ സെൻഡ് ചെയ്യുന്ന ഒരു കാലം. എത്ര ന്യൂസുകൾ, ഒരു സത്യാവസ്ഥയുമില്ലാത്ത ഫേക്ക് ന്യൂസുകൾ സെൻഡ് ചെയ്ത് അതിലൂടെ മുൻപോട്ട് പോകുന്ന തലമുറകളെ കാണുവാൻ കഴിയും. ചില നാളുകൾക്ക് മുമ്പ് ഒരു മലബാർ ഭാഗത്തുള്ള ഒരു സ്കൂൾ അധ്യാപകൻ തന്റെ ഫോണിലേക്ക് വന്ന ഒരു മെസ്സേജ് താൻ വായിച്ചത് ഇപ്രകാരമായിരുന്നു. ആ അധ്യാപകന്റെ നല്ലൊരു പടവും അതിനടിയിലൊരു കുറിപ്പും കൂടെ കൊടുത്തിരിക്കുക. 3ാം ചരമവാർഷികം. അധ്യാപകൻ ജീവനോട് ഇരിപ്പുണ്ട്. 3ാം ചരമവാർഷികം എല്ലായിടത്തും പരന്നു. ഒടുവിൽ ഇദ്ദേഹത്തിനും കിട്ടി. താൻ പെട്ടെന്ന് സൈബർ സെല്ലിന് വിവരം അറിയിച്ചു. വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടിച്ച് ആരാന്നറിയാമോ? ആ മാഷ് പഠിപ്പിക്കുന്ന ഹൈസ്കൂളിലെ തന്റെ ക്ലാസ്സിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി, 13.5 വയസ്സുള്ളവൻ. അവൻ ചെയ്തത്, അന്ന് ക്ലാസ്സിലിരുന്നപ്പോൾ അധ്യാപകൻ അവനെ ഒന്ന് വഴക്ക് പറഞ്ഞതിന് എവിടെയോ പോയി. ഇന്നിപ്പോ ഒരാളുടെ ഫോട്ടോ ഒന്നും സംഘടിപ്പിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. ഈസി ആയിട്ട് ആരുടെ ഫോട്ടോ എവിടുന്ന് വേണേലും എടുക്കാം. അതിന്റെ ദേഷ്യത്തിന് ഫോട്ടോ ഉണ്ടാക്കി, ഒരു നല്ല അടിക്കുറിപ്പ് ഉണ്ടാക്കി. 3ാം ചരമവാർഷികം. അവൻ അധ്യാപകനെ കൊന്നിട്ട് 3 വർഷമാക്കി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരിക്കൽ ഈ അടുത്ത സമയത്ത് ചെന്നൈയിൽ വെള്ളപ്പൊക്കം, ജലപ്രളയം ഉണ്ടായപ്പോൾ വേറൊരു സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകന്റെ 3 എയ്ഡഡ് ടീച്ചറാണ് 3 മാസത്തെ ശമ്പളം അങ്ങ് ചെന്നൈ അവിടത്തേക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയച്ചു കൊടുത്തു. ഏതാണ്ട് 3 മാസത്തെ ശമ്പളം, ഏതാണ്ട് 2-2.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അധ്യാപകൻ പോലും അറിഞ്ഞില്ല. സൈബർ സെല്ലിന് പരാതി കൊടുത്തു. അന്വേഷണം നടത്തി. മിനിറ്റുകൾക്കുള്ളിൽ ആളെ പോക്കിയപ്പോൾ അതും ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ്. 8ാം ക്ലാസ്സുകാരൻ ഒപ്പിച്ച പണിയാ. ഇന്നത്തെ ലോകത്തിൽ തലമുറകൾ ചെയ്യുന്ന ദോഷം എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരു കാര്യം കൂടെ ഓർത്തുകൊള്ളണം. ഇന്നത്തെ ഈ ഓൺലൈൻ സംവിധാനത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊള്ളണം. നിങ്ങളെ വീക്ഷിക്കുന്ന സൈബർ സെല്ല്, സൈബർ പോലീസ് ഏത് നിമിഷവും നിങ്ങളിലേക്ക് എത്തിച്ചേരാവുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഗ്രൂപ്പ് ഉണ്ടായാൽ അതിനൊരു അഡ്മിൻ ഉണ്ടാകും. ഒരു ഗ്രൂപ്പിൽ പടരുന്ന റോങ് മെസ്സേജിന്, ഒരു ഫേക്ക് മെസ്സേജിന് അതിന്റെ ഉത്തരവാദി, അതിന്റെ ഗ്രൂപ്പിന്റെ അഡ്മിൻ, അവനായിരിക്കും ആദ്യം അകത്തു പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് നല്ലതാണ്. ചില നാളുകൾക്ക് മുമ്പ് എറണാകുളം പട്ടണത്തിൽ ഫേസ്ബുക്കിൽ ഒരു ന്യൂസ് പ്രകാരം ഒരു മെസ്സേജ് വന്നു. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ 5 കിലോ അരി കൊടുക്കുന്നു. നിങ്ങളോ? ഇത്രയുള്ളായിരുന്നു ചോദ്യം. ഒറ്റ ദിവസം കൊണ്ട് ഏതാണ്ട് 9 മണിക്കൂർ കൊണ്ട് 55,000 കിലോ അരി, ഏതാണ്ട് 55 ടൺ അരി സമ്പാദിക്കുവാനിടയായി. നല്ലതിന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നല്ലത്, നല്ല കാര്യം ചെയ്തു. പക്ഷേ
അതിലൂടെ ദോഷങ്ങൾ ചെയ്യാതെ ഇരിപ്പാൻ നാം പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണമേ എന്ന് ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കുകയാ. വീട്ടമ്മമാരായിരിക്കുന്ന സഹോദരിമാരോട് രണ്ട് വാക്ക്. നിങ്ങൾക്കും ഉണ്ടല്ലോ, ആവശ്യത്തിലും അധികത്തിലും ഒക്കെ വീട്ടമ്മമാരാണ് പലപ്പോഴും ഗ്യാസ് എടുക്കുന്നത്, റേഷൻ കടയിൽ പോകുന്നത്, കടയിൽ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, വീട്ടിൽ വരുന്ന ഇലക്ട്രീഷ്യനെ വിളിക്കുന്നത്, ഇങ്ങനെയൊക്കെ വീട്ടമ്മമാരാണ്. വീട്ടമ്മമാര് ഫേസ്ബുക്കില് അവരുടെ ഒരു പ്രൊഫൈൽ പിക്ചർ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് ആഡ് ചെയ്തിടും. വാട്സാപ്പിലെങ്കിൽ വാട്സാപ്പില്. ഇപ്പൊ എല്ലാം അങ്ങനെയാണല്ലോ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു പരിചയമില്ലാത്തവരുത്തൻ നിങ്ങളെ കാണുമ്പോൾ, അവൻ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞു 11:30 ആയപ്പോൾ അവന് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഫോട്ടോയും ആളിനെയും ഒക്കെ കാണുന്നു. അവൻ അവിടുന്ന് ഹൈ എന്ന് പറഞ്ഞൊരു മെസ്സേജ്, ഇവിടുന്ന് അങ്ങോട്ട് ഹലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ്, പിന്നെ ഹൗ ആർ യു എന്നൊന്ന്, പിന്നെ ഫൈൻ എന്നൊന്ന്, എല്ലാം കൂടെ കൂടുമ്പോൾ മൊത്തം ഫൈനായി. പിന്നീടുള്ള കാര്യം ഞാൻ പറയണ്ട. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വന്നൊരു വാർത്ത, ഗ്യാസ് കൊണ്ടുവരുവാൻ വന്നവൻ രാത്രിയിൽ ഇതുപോലെ അയച്ചൊറ്റ മെസ്സേജിൽ ഒരു പ്രിയപ്പെട്ടവന്റെ ഭാര്യ ഗ്യാസ് ഊറ്റിക്കാരനോട് ഗ്യാസ് ഊറ്റി പോലെ അങ്ങ് പോയി. ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധിക്കണമേ സഹോദരിമാരെ, സൂക്ഷിച്ചുകൊള്ളേണം. പിന്നെ അടുത്തത് യൗവനക്കാരായ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഒരു വാക്ക്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളാൽ ദോഷങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. 2 മാസങ്ങൾക്ക് മുൻപ് കർണാടക സ്റ്റേറ്റില് മാംഗ്ലൂർ അഥവാ മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന 18 വയസ്സുള്ള കുട്ടി കോളേജിൽ നിന്നൊരു ഫംഗ്ഷനായിട്ട് പോയി അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചൊരുവന്റെ നമ്പർ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു, ഫോട്ടോ അയച്ചു. തൃപ്തിയില്ലാതെ അടുത്തത് അയക്കാൻ പറഞ്ഞു, അടുത്തിൽ തൃപ്തിയില്ലാതെ അടുത്ത അയക്കാൻ പറഞ്ഞു. അയച്ചയച്ച് അവസാനം വന്നത് മറ്റൊന്നായിരുന്നു. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ദോഷം ചെയ്യാതിരിപ്പാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളണം. മാത്രമല്ല, തെറ്റായ ഈ വിധമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളുടെ മേൽ ലോകത്തിന്റെ നിയമങ്ങൾക്ക് പോലും നിങ്ങളുടെ മേൽ കുറ്റശിക്ഷാവധി വരുത്തുവാൻ അതിന് സാധ്യതയുണ്ട് എന്നുകൂടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. IPC ആക്ട് പ്രകാരം 153 എന്ന ആക്ടും അതുപോലെ സെക്ഷൻ 390 എന്ന് പറയുന്ന ഈ വിധമായ വകുപ്പുകൾ പ്രകാരം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ഫേക്ക് ന്യൂസ് ഒരുവൻ സെൻഡ് ചെയ്താൽ സൈബർ സെൽ അവനെ പിടിച്ചാൽ കുറഞ്ഞത് 365 ദിവസം ജയിലിൽ കിടന്ന് ഉണ്ടതിന്നാം. ദൈവത്തിന് സ്തോത്രം. അതിനുള്ള നിയമമുണ്ടെന്ന് നിയമം കൂടെ പറയട്ടെ. എല്ലാം കൂടെ ചേർത്ത് ഞാൻ ദൈവമക്കളുടെ മുമ്പിൽ വയ്ക്കുകയാ. ദോഷം ചെയ്യുവാൻ നാം നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാതെ നമ്മുടെ ജീവിതാനുഭവങ്ങളെ മുൻപോട്ട് വളരെ ശ്രദ്ധയോടെ കരുതി പോകണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചാൽ ഒരു പാപിയുടെ ജീവിതത്തിൽ ഈ വിധമായ പ്രവർത്തനങ്ങളാൽ ദൈവത്തിന് സ്തോത്രം സാത്താന്യ സ്പിരിറ്റുകൾ മനുഷ്യ ജീവിതങ്ങളിൽ ക്രിയ ചെയ്ത് ഒരു മനുഷ്യനെ വേട്ടയാടി നാശത്തിന് അടിമയാക്കി പോകുമ്പോൾ അവൻ ചെന്ന് വീഴുവാൻ പോകുന്നത് അന്ധകാര ഗർത്തത്തിലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നാം നമ്മെ സൂക്ഷിക്കണം. ഒരു പാപിയായ മനുഷ്യന്റെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് നാം നോക്കുമ്പോൾ പാപത്തിന് ദാസനായി തീരുന്നവൻ അവനൊരു വലിയ ശിക്ഷാവധിയുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. ഇനിയൊരു പാപിയുടെ അന്ത്യഭാഗത്തെ കൂടെ നമുക്ക് പോയിട്ട് അടുത്ത ഭാഗത്തേക്ക് വേഗം പോകാം. 104 സങ്കീർത്തനത്തിന്റെ 35 വാക്യം വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകും. വളരെ വ്യക്തതയോടുകൂടെ പറയുന്നു, പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകും. ആ വാക്യം ഒന്ന് വായിച്ചു സഹായിച്ചാട്ടെ. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ. ഒരു വലിയ നാശം അവർക്കുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തതയോടുകൂടെ പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ പാപികൾക്കൊരു നാശമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഈ വിധത്തിൽ സാത്താന്യ ആത്മാവിനാൽ പിടിക്കപ്പെട്ട് പാപത്തിന് ദാസനായിത്തീരുന്ന ആരുമായിക്കൊള്ളട്ടെ, ലോകക്കാരനാകട്ടെ, സമുദായക്കാരനാകട്ടെ, പെന്തിക്കോസുകാരനാകട്ടെ, ഉപദേശം കേട്ട് ശ്രേഷ്ഠതയിൽ നിൽക്കുന്നവനെന്ന് പറയട്ടെ, നീ പാപത്തിന് ദാസനായി മടങ്ങി വരുവാൻ അവസരം തന്നിട്ട് മടങ്ങി വരാതെ തുടർന്ന് പാപത്തിന്റെ വഴികളിൽ കാലൂന്നി നടന്ന് പാപത്തിന് ദാസനായി നീ മുൻപോട്ട് യാത്ര ചെയ്താൽ ഒരു ദിനം നിന്നെ ന്യായം വിധിച്ച് നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെടുന്ന ഒരു ദിനം മുൻപിൽ വരും എന്ന് വേദം നമ്മെ ഓർപ്പിക്കുകയാണ്. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ഈ നാശം നമുക്ക് വരാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ആർക്കാണ് നാശം? ഒരു പാപിക്ക് നാശമുണ്ട് എന്ന് പറയുമ്പോൾ ഒറ്റ ഹെഡിൽ മാത്രം നിന്ന് ആ നാശത്തെ പഠിക്കുവാൻ സാധ്യമല്ല. ലൂക്കോസ് 12:5 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അല്ലല്ല, മാനസാന്തരപ്പെട്ട ഞാൻ നിങ്ങളൊക്കെയും അങ്ങനെ തന്നെ നശിച്ചു പോകൂ. ദൈവസഭയോടും കൂടെ എടുത്തു പറയുക, അല്ലല്ല, മാനസാന്തരപ്പെടാൻ ഞാൻ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ചിലർ പറയും അത് ജാതികളോട് പറയേണ്ട ദൂത്. അല്ലച്ച, പെന്തിക്കോസുകാരോട്, സഭയോട് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഭയോട് വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് വരണം. ഇല്ല, ഞാൻ വേഗം ഞാൻ വരൂ. നിന്റെ പാപ
പാപത്തിനൊരു ന്യായവിധി ഉണ്ടാകുന്ന ദിവസമുണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നു. 73-ാം സങ്കീർത്തനം 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, ദൈവമേ, നിന്നോട് അകന്നിരിക്കുന്നവരൊക്കെ നശിച്ചു പോകും. ഒരു പാപിക്കൊരു നാശമുണ്ട് എന്ന് പറയുമ്പോൾ മാനസാന്തരപ്പെടാത്തവർക്കൊരു നാശം. 73-ാം സങ്കീർത്തനം 27-ാം വാക്യത്തിൽ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകുന്നു. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടർക്ക് നാശമുണ്ടാകുന്നു. ആരാണ് ആ കൂട്ടർ? ക്രൂശിന് ശത്രുക്കളായവർ, ക്രൂശിന് ശത്രുക്കളായവർ, ക്രൂശിന്റെ വചനത്തിന് ശത്രുക്കളായവർ. ആരോ അവരാരായിരുന്നാലും അവർക്കൊരു നാശം, അത് ശിക്ഷാവധി എന്ന് വേദം നമ്മെ ഓർപ്പിക്കുകയാണ്. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവരെ കുറിച്ച് പറയുന്നു, നിത്യനാശമെന്ന ശിക്ഷാവധി അവർ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. പാപിക്കൊരു ന്യായവിധിയുണ്ട് എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. എന്താണ് ഈ ന്യായവിധി? വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചാൽ അവിടെ ഇപ്രകാരം ദൈവവചനം പറയുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിന്മേൽ ഒരുവൻ ഇരിക്കുന്നു, അവന്റെ മുൻപിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. മനുഷ്യർ, ആ ബാലവൃദ്ധം അവന്റെ മുൻപിൽ നിന്നു. ആ ബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ ബാലന്മാർ തുടങ്ങി വൃദ്ധന്മാർ വരെ സകലരും, നരനായി ഭൂതലത്തിൽ പിറന്ന സകലയുണ്ടോ ആ സിംഹാസനത്തിന്റെ മുൻപാകെ പോയി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കേറ്റ ന്യായവിധിയുണ്ട്.